ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നാട്ടിലെ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് ആ നാട്ടിൽ എത്ര പേർ സുബഹി ജമാഅത്തിന് പങ്കെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു നാട്ടിൽ സുബഹിക്ക് ആളുകൾ കുറയുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ അവൻ്റെ ഈമാൻ, ആ നാട്ടിലെ ഇസ്സത്ത് അത് കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജൂതന്മാർ പോലും മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഒരു വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാം. ലൻ തസ്തതിഉ അൻ തൻതസിറു അലൈനാ ഹത്താ യകൂന അദദുൽ മുസ്ലിമീന ഫീ സലാത്തിൽ ഫജ്രി കഅദദിഹിം ഫീ സലാത്തിൽ ജുമുഅ. യഹൂദന്മാർ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. എങ്ങനെയല്ലാതെ ഹത്താ യകൂന അദദുൽ മുസ്ലിമീന ഫീ സലാത്തിൽ ഫജ്ർ, ജുമുഅ നമസ്കാരത്തിന് പങ്കെടുക്കുന്ന അത്രയും ആളുകൾ ഫജ്ർ നമസ്കാരത്തിന് എത്തുന്ന ഒരു കാലം വരാതെ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് യഹൂദികൾ പോലും പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ജുമുഅയുടെ സമയം പല പള്ളികളും നിറഞ്ഞു കവിയുകയാണ്. പല പള്ളികളും ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കാരണം പുതുക്കി പണിയുന്ന വാർത്തകൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നു. അതൊക്കെ ജുമുഅ എന്ന നമസ്കാരത്തിൽ മാത്രം പരിമിതപ്പെടുകയാണ്. എന്നാൽ സുബഹി നമസ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് സുബഹി നമസ്കാരത്തിന് പള്ളികൾ നിറയുന്ന ഒരവസ്ഥ ഒട്ടുമിക്ക പള്ളികൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ നമസ്കാരം അത് ജുമുഅയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്? പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയും ജുമുഅ മാത്രം ഒരു മുസ്ലിം നമസ്കരിക്കണമെന്ന് ഒരു വരി നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു വിശ്വാസി അവൻ്റെ നമസ്കാരം ഏറെ പ്രാധാന്യമാണ്. അതോടൊപ്പം തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമസ്കാരമാണ് സുബഹി നമസ്കാരം അഥവാ ഫജ്ർ നമസ്കാരം. അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹു ഫീ സിമ്മത്തില്ലാ, ആരാണോ സുബഹി നമസ്കരിക്കുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അഥവാ ഓരോ നമസ്കാരവും സമയബന്ധിതമാണ്. ആ സമയബന്ധിതമായി അത് കൃത്യമായി നിർവഹിക്കുന്ന മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അഥവാ സുബഹി നമസ്കരിക്കാത്ത മനുഷ്യൻ അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മൻ സല്ല സുബ്ഹു ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരാണ് സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്നത് അവനാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ സുബഹിൻ്റെ ജമാഅത്തുകളിൽ നമ്മൾ പള്ളിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു ട്രെൻഡ്, സമൂഹത്തിൽ കാണുന്ന ഒരവസ്ഥ, ആളുകൾ ഇന്ന് രാത്രിയെ ഹയാത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ടർഫുകളിലും രാത്രിയിൽ അങ്ങാടികളിലുമൊക്കെ സജീവമായി അവസാനം പകല് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ മുസ്ലിമല്ല. അതുകൊണ്ട് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും അതിൻ്റെ ഫർദിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ഒരു അനുവദനീയമായ കാര്യം എത്തുകയാണെങ്കിൽ പണ്ഡിതന്മാർ അത് ഹറാമായി തീരുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ സംസാരമാണെങ്കിൽ പോലും അനാവശ്യമായി സംസാരിച്ചിരുന്ന് അങ്ങനെ അതൊരാളുടെ സുബഹി നഷ്ടപ്പെടാൻ കാരണമായാൽ ആ സംസാരം പോലും ഹറാമാകുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സുബഹി നമസ്കാരം ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത്, ആ സുബഹി ആരാണോ ഒഴിവാക്കുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുകയില്ല. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅ, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ, അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകമായി ഉണർത്തിയത് ഫീ ജമാഅ, ജമാഅത്തായി ഇശാ നമസ്കരിച്ചവൻ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു മുസല്ല ഇട്ട് നമസ്കരിച്ചാൽ ആ നമസ്കാരത്തെ കുറിച്ചല്ല. ജമാഅത്തായി പള്ളിയിൽ വന്ന ഒരാൾ ഇശാ നമസ്കരിച്ചു കഴിഞ്ഞാൽ, കാരണം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ ഹയ്യ അല സ്വലാ, ഇതാ നമസ്കാരത്തിലേക്ക് വരാനുള്ള വിളിയുണ്ട്, അവിടെ ഇഖാമത്ത് വിളിക്കുന്നുണ്ട്, ഖദ് ഖാമത്തി സ്വലാ, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകാനുള്ള വിളി അവിടെ
ആ വിളിക്കൊരു വിശ്വാസി ഉത്തരം കൊടുക്കണം. അങ്ങനെ ഇശാ ഒരു മനുഷ്യൻ ജമാഅത്തായി നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇശാ ജമാഅത്തായി നമസ്കരിച്ച മനുഷ്യൻ. വീണ്ടും പ്രവാചകൻ പറഞ്ഞു വമൻ സല്ല സുബ്ഹു ഫീ ജമാഅ, ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലുഹു, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു, പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഒരു മഹത്തായ പ്രതിഫലം, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം ഒരുവന് ലഭിക്കണമെങ്കിൽ ഇശാഉം സുബഹിയും അവൻ ജമാഅത്തായി നിർവഹിക്കണം. അവന് മാത്രം ലഭിക്കുന്ന കൂലിയാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉണരാൻ, നമുക്ക് കൃത്യമായി പള്ളികളിൽ എത്തിച്ചേരാൻ ഒട്ടനവധി സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരു കീ കൊടുത്താൽ ഓടുന്ന വാഹനം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഉണർത്തുന്ന ഒട്ടനവധി ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഒരു രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ടൂർ പോകാനും യാത്ര പോകാനും വിനോദങ്ങൾക്കുമൊക്കെ എന്ത് ശുഷ്കാന്തിയാണ് നമ്മൾ ഓരോരുത്തരും കാണിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ജമാഅത്ത് നമസ്കാരത്തിന് വല്ലാത്ത അവഗണന മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ അതിന്റെ പ്രതിഫലം, അത് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹി നമസ്കാരവും അസർ നമസ്കാരവും അതിന്റെ പ്രത്യേകത തജ്തമിഉൽ മലായികത്തുൽ ലൈൽ, രാത്രിയുടെ മലക്കുകളും രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകളും അതേപോലെ തന്നെ പകലിന്റെ ഡ്യൂട്ടിയുള്ള മലക്കുകളും, ആ രണ്ട് മലക്കുകളും ഒരേപോലെ സമ്മേളിക്കുന്ന ഒരു നമസ്കാരമാണ് സുബഹി നമസ്കാരവും അസർ നമസ്കാരവും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, അതെ ഫജ്റിന്റെ നമസ്കാരം അത് മലക്കുകളുടെ സാക്ഷ്യമുള്ള നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയാണ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ അതുകൊണ്ട് ഈ സമയത്ത് തിരിച്ചു പോകുന്ന സുബഹി നമസ്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന അടിമകളോട്, മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും കൈഫ തറക്തും ഇബാദി, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു? ആ മലക്കുകൾ പറയും അത്തൈനാഹും വഹും യുസല്ലൂൻ ഫതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരെ വിട്ട് തിരിച്ചു പോരുമ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ പറയും. നമ്മളെക്കുറിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ സംസാരിക്കും. സുബഹിന് നമ്മൾ പള്ളിയിലുണ്ടെങ്കിൽ, അസ്ർ നമസ്കാരത്തിന് നമ്മൾ പള്ളിയിലുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് മലക്കുകൾ റബ്ബിന്റെ അടുക്കൽ പുകഴ്ത്തി പറയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരമാണ് സുബഹി നമസ്കാരവും അസ്ർ നമസ്കാരവും. നാലാമത്തെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ബശ്ശിർ അൽ മശാഈന ഫിൽ വലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമിൽ ഖിയാമ, ഇരുട്ടത്ത്, ആ ഇരുട്ടിന്റെ സമയത്ത് പള്ളിയിലേക്ക് പോകുന്നവന് സന്തോഷ വാർത്ത അറിയിക്കുക, അവന് നാളെ ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുട്ടിന്റെ സമയത്ത് പോകുന്ന രണ്ട് നമസ്കാരം, ഒന്ന് സുബഹി നമസ്കാരമാണ്, രണ്ട് ഇശാ നമസ്കാരമാണ്. ഇങ്ങനെ ഈ രണ്ട് സമയത്ത് ഇരുട്ടിൽ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യൻ, അവന് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു പ്രത്യേകമായ നൂറുൻ താമ, പരിപൂർണമായ പ്രകാശം നൽകി അനുഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അഞ്ചാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സുബഹി നമസ്കരിക്കുന്നവനെ നരകം സ്പർശിക്കുകയില്ല. അതെ, സുബഹിന്റെ നമസ്കാരവും അസ്റിന്റെ നമസ്കാരവും കൃത്യമായി നമസ്കരിക്കുന്നവന് അവന് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അസ്റുൽ ഹൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അഞ്ചാമത്തെ പ്രത്യേകതയായി നമ്മെ പഠിപ്പിച്ചു. ആറാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ സ്വർഗത്തിലാണ്. സുബഹി നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്ന, സുബഹി മുടക്കം കൂടാതെ കൃത്യമായി നമസ്കരിക്കുന്ന, അതിന് ജമാഅത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യൻ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, രണ്ട് തണുപ്പിന്റെ നമസ്കാരം അഥവാ സുബഹി അസ്റും കൃത്യമായി നമസ്കരിക്കുന്ന മനുഷ്യൻ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട്, അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമത്തെ പ്രത്യേകതയായി നമ്മെ പഠിപ്പിച്ചു. ഏഴാമതായി ഏറ്റവും വലിയൊരു വിശ്വാസിയുടെ സൗഭാഗ്യമുണ്ട്. എന്താണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം? പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഏറ്റവും ഉന്നതമായ സൗഭാഗ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്.
ഇലാ റബ്ബിഹാ നാദിറ. അതെ, നമ്മെ സൃഷ്ടിച്ച കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കൺകുളിർക്കെ നോക്കിക്കാണാനുള്ള മഹാസൗഭാഗ്യം, ആ സൗഭാഗ്യം ലഭിക്കും. ആർക്കാണ് ആ സൗഭാഗ്യം ലഭിക്കുക? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്ന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പ്രവാചകന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ആകാശത്തേക്ക് നോക്കി, ഫനറ ഇലൽ ഖമരി ലൈല, പൂർണ്ണചന്ദ്രൻ പൂത്തൊലഞ്ഞു നിൽക്കുന്ന മനോഹരമായി അതിന്റെ എല്ലാവിധ സൗന്ദര്യവും വിടർത്തി പൂർണ്ണചന്ദ്രൻ ആകാശത്ത് പൂർണ്ണമായി തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ആ കാഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും, ഈ പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന ഒരു ദിവസം വരും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ആ കാഴ്ച നിങ്ങളെ തൊട്ട് മറയുകയില്ല. ആർക്കാണ് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമ്മുടെ റബ്ബിനെ കൺകുളിർക്കെ കാണാൻ സാധിക്കുന്നത്? തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതെ, സുബഹി നമസ്കാരവും അസ്ർ നമസ്കാരവും നിങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണേ. അങ്ങനെയുള്ളവർക്ക് നാളെ റബ്ബിനെ കാണാനുള്ള മഹാസൗഭാഗ്യം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇനിയും ഒട്ടനവധി മഹത്തായ പ്രത്യേകതകൾ സുബഹി നമസ്കാരത്തിന്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഗൗരവമാണ് സുബഹി നമസ്കാരം. ആ സുബഹി നമസ്കാരം ആരെങ്കിലും നമ്മളെ വിളിച്ച്, നമ്മുടെ ഉമ്മ വിളിച്ച് അല്ലെങ്കിൽ ഭാര്യ വിളിച്ച് അങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നമ്മുടെ പള്ളിയിലേക്ക് പറഞ്ഞു വിടേണ്ട ഒരു നമസ്കാരമല്ല സുബഹി നമസ്കാരം. അങ്ങനെ ആരെങ്കിലും വിളിച്ച് ഉന്തിത്തള്ളി മനസ്സോടെ നിർവഹിക്കേണ്ട ഒരു നമസ്കാരമല്ല സുബഹി നമസ്കാരം. മറിച്ച് നമ്മുടെ ബോധ്യത്തിൽ നിന്ന്, നമ്മുടെ തിരിച്ചറിവിൽ നിന്ന്, നമ്മുടെ താല്പര്യത്തിൽ നിന്ന് ഉന്മേഷത്തോടെ ഉറച്ച മനസ്സോടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരമാണ് സുബഹി നമസ്കാരം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? തതജാഫാ ജുനൂബുഹും, അവരുടെ വിരിപ്പിൽ നിന്ന്, അവരുടെ കിടക്കയിൽ നിന്ന് അവരുടെ പാർശ്വഭാഗങ്ങൾ ഉയരും. എന്നിട്ടോ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അവർ തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യും, റബ്ബിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ കിടക്കുന്ന സ്ഥലം വിട്ട്, ആ ബെഡ് വിട്ട്, കിടക്കുന്ന വിരിപ്പ് വിട്ട് അതിനെ മാറ്റിവെച്ചവരുടെ പാർശ്വഭാഗങ്ങൾ ഉയരുമെന്ന പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, ഹുവ സലാത്തുൽ ഇശാഇ ഫീ ജമാഅ വസലാത്തുൽ ഗദാത്തി ഫീ ജമാഅ. ഈ പാർശ്വഭാഗങ്ങൾ ഉയരുമെന്ന് പറഞ്ഞത് ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ജമാഅത്തായി നമസ്കരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. സുബഹിയുടെ സുന്നത്ത് പോലും അതീവ ശ്രേഷ്ഠമാണ്. സുബഹിയുടെ സുന്നത്തിനെ കുറിച്ച്, സുബഹിയുടെ മുന്നേയുള്ള, സുബഹിയുടെ ജമാഅത്ത് നമസ്കാരത്തിന് മുന്നേയുള്ള, ഫർദ് നമസ്കാരത്തിന് മുന്നേയുള്ള 2 റക്അത്ത് സുന്നത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബഹിയുടെ മുന്നേയുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഈ ദുനിയാവും അതിലുള്ള സകല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുബഹിയുടെ സുന്നത്തിന് വരെ ഇത്ര പ്രാധാന്യമുണ്ടെങ്കിൽ സുബഹിയുടെ ശ്രേഷ്ഠത എത്രയായിരിക്കും, സുബഹിയുടെ മഹത്വം എത്രയായിരിക്കും? ആ സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് ആ സമയത്ത് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം അവന് നമസ്കരിക്കാം. അതല്ല, സുബഹിയുടെ ഫർള് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിർവഹിക്കാം എന്ന് ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ചില പള്ളികളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം അവിടെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഈ സുന്നത്ത് നിർവഹിക്കാൻ വേണ്ടി പള്ളിയുടെ പിന്നിൽ വന്നിട്ട് ആളുകൾ തിരക്ക് കൂട്ടും. അവിടെ ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ സുന്നത്ത് നമസ്കാരം കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ജമാഅത്ത്, ആ ജമാഅത്തിനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ സാധിക്കും. അത് ഇസ്ലാമല്ല. അത് ഇസ്ലാമിൽ അതിന് നമുക്ക് മാതൃക കാണാൻ സാധ്യമല്ല. മറിച്ച് ഒരാൾക്ക് സുബഹിയുടെ സുന്നത്ത് നിസ്കാരം അതിന് മുന്നേ നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷമോ അതല്ലെങ്കിൽ ആ ഫർദ് നിർവഹിച്ചതിന് ശേഷമോ നിർവഹിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുള്ളത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഒരു മുസ്ലിമിന്റെ വീടാണോ നമ്മുടെ വീട്? ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ ആ മുസ്ലിമിന്റെ വീട്ടിൽ സുബഹിക്ക് ലൈറ്റ് തെളിയണം, സുബഹിക്ക് അവിടെ പ്രകാശമുണ്ടാകണം,
സുബഹിക്ക് പള്ളിയിൽ പോകാനുള്ള നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പ് ആ വീട്ടിലുണ്ടാകണം. ഈ ഫജറിന്റെ സമയത്തിന് മുന്നേ എഴുന്നേൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സമുദായങ്ങളുണ്ട്. പക്ഷേ ഇത്ര ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹം വല്ലാത്ത അലംഭാവം കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, സുബഹി നമസ്കരിക്കാത്ത വീടാണോ നമ്മുടെ വീടെങ്കിൽ അത് റഹ്മത്തില്ലാത്ത വീടാണ്, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാത്ത വീടാണ്. സുബഹി നമസ്കരിക്കാത്ത വീടാണ് നമ്മുടെ വീടെങ്കിൽ അത് ബറക്കത്ത് നഷ്ടപ്പെട്ട വീടാണ്, അള്ളാഹുവിന്റെ ബറക്കത്തില്ലാത്ത വീടാണ്. സുബഹി നമസ്കരിക്കാത്ത വീടാണ് നമ്മുടെ വീടെങ്കിൽ മഹാസൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തിയ വീടാണ് നമ്മുടെ വീട്. സുബഹി നമസ്കരിക്കാത്ത വീട് റബ്ബിന്റെ സംരക്ഷണം തട്ടിയെറിഞ്ഞ വീടാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുബഹി നമസ്കരിക്കാത്ത മനുഷ്യൻ, ആ വീടും ആ മനുഷ്യനും പിശാചിന്റെ കേളി രംഗമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ തലയുടെ പിൻഭാഗത്ത് വന്ന് പിശാച് 3 കെട്ടുകൾ ഇടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലൈക ലൈലുൻ തവീലുൻ, രാത്രി ഇനിയുമുണ്ട്, നീ എഴുന്നേൽക്കേണ്ടതില്ല, നീ ഇതാ ഉറങ്ങിക്കൊള്ളൂ എന്ന് പിശാച് അവന്റെ അടുത്ത് വന്ന് മന്ത്രിക്കും. എന്നിട്ടോ അവൻ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലിയാൽ, ഒളുവെടുത്താൽ, സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉന്മേഷവാനായി, ഏറ്റവും നല്ല ഒരു മനുഷ്യനായി അവൻ മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ സുബഹി നമസ്കരിക്കാത്തവൻ പിശാചിന്റെ കെട്ടുകൾ അഴിയാത്തവൻ, അവനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖബീസുൻ നഫ്സ്, ഏറ്റവും ദുഷ്ടനാണവൻ, ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണവൻ. എന്റെ വാക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. സുബഹി നമസ്കരിക്കാത്തവൻ ഖബീസുൻ നഫ്സ്, ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. കസ്ലാൻ, അവൻ അങ്ങേയറ്റം മടിയനായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അറബി കവി നമ്മെ പഠിപ്പിക്കുകയാണ്, യാ നാഇമൻ മുസ്തഗ്രികൻ ഫിൽ മനാമി, ഉറക്കത്തിൽ ആണ്ടുപോയവനെ, ഉറക്കത്തിൽ മുഴുകിയവനെ, കും വദക്കിർ അൽ ഹയ്യുൽ ലദീ ലാ യനൂം അൽ ഹയ്യുൽ ലദീ ലാ യനാമു, നീ കും, നീ എഴുന്നേൽക്കുക, ഉറക്കത്തിൽ മുഴുകിയ മനുഷ്യരെ നീ എഴുന്നേൽക്കുക. വദക്കുരിൽ ഹയ്യുൽ ലദീ, ഒരിക്കലും ഉറങ്ങാത്ത, ഒരിക്കലും മയക്കം ബാധിക്കാത്ത നിന്റെ റബ്ബിനെ നീ ഓർക്കുക. മൗലാക യദ്ഉ ഇലാ ദിക്രിഹി, ആ റബ്ബാണ് അവന്റെ ദിക്റിലേക്ക് നിന്നെ വിളിക്കുന്നത്, അവന്റെ സ്മരണയിലേക്ക് റബ്ബാണ് നിന്നെ വിളിക്കുന്നത്. വഅൻത മശ്ഗൂലുൻ ബിതീബിൽ മനാമി, പക്ഷേ നീ ആകട്ടെ റബ്ബിന്റെ വിളി കേൾക്കുന്നില്ല, നീ മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. ആ പുതപ്പ് മാറ്റി ഉണർന്നെണീക്കൂ എന്ന് ഒരു കവി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാര് പഠിപ്പിച്ചത്, ഫമൻ ആസറ ലദ്ദത്തിൽ വിസാദ അലാ ലദ്ദത്തിൽ ഇബാദ ഫഖദ സആദ, ആരെങ്കിലും തന്റെ ബെഡിന്റെ, തന്റെ കിടക്കയുടെ സുഖത്തിന് അവന്റെ ആരാധനയേക്കാൾ പ്രാമുഖ്യം കൊടുത്താൽ, ആ കിടക്കയുടെ ആസ്വാദനത്തിന് ഇബാദത്തിനേക്കാൾ, സുബഹി നമസ്കാരത്തിനേക്കാൾ പ്രാധാന്യം നൽകിയാൽ അവന്റെ സന്തോഷം നഷ്ടപ്പെടും, അവന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടും. എന്നിട്ട് അവർ പറയുകയാണ്, അശ്രദ്ധനായവനെ, സുബഹി അവഗണിച്ചവനെ, എപ്പോഴാണ് നിന്റെ അശ്രദ്ധയൊന്ന് മാറുക? മരണവേളയിലെങ്കിലും അതൊന്ന് മാറുമോ? അതല്ല, വഇൻദൽ ഖബരി വദ്ദുലുമാ, ഖബറിന്റെ ഇരുട്ടിൽ കിടക്കുമ്പോഴെങ്കിലും നിനക്ക് ബോധമുണ്ടാകുമോ എന്ന് ഉലമാക്കൾ ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ എത്രയോ സുബഹി സ്വന്തം വിരിപ്പിൽ നഷ്ടപ്പെടുത്തിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മനസ്സിന് പ്രയാസം തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ കരയിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ളപ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയായിരുന്നു. പേർഷ്യൻ നഗരമായ തുസ്തർ, 1.5 വർഷത്തോളം മുസ്ലിം സമൂഹം നിരന്തരം പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ സാധിക്കാത്ത തുസ്തർ എന്ന കോട്ട, ഒരു സുബഹിയുടെ പ്രഭാതത്തിന് തൊട്ട് മുമ്പ് ആ കോട്ട വിജയിച്ചടക്കാൻ മുസ്ലിം സമൂഹത്തിന് സാധിച്ചു. അങ്ങനെ മുസ്ലിം സമൂഹം വിജയശീലാളിതരായി 30,000 വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ സൈന്യങ്ങൾ 1.5 ലക്ഷത്തോളം വരുന്ന ആളുകളോട് ഏറ്റുമുട്ടി പരാജയപ്പെടുത്തി ആ വിജയശീലാളിതരായ രംഗം അന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹം നിർത്താതെ കരഞ്ഞു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അതിന് പറഞ്ഞൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസാനമായും സുബഹി നഷ്ടപ്പെട്ട ദിവസമായിരുന്നു അത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വമാ തസ്തുർ ലഖദ് ളാഅത് മിന്നി സലാത്തു സുബ്ഹ് വമാ വദിത്തു അന്ന ലീ അദ്ദുനിയ ജമീഅ ബിഹാദിഹി സലാത്ത്. ഈ നിസ്കാരത്തിന് പകരം, ആ നഷ്ടപ്പെട്ട സുബഹി നമസ്കാരത്തിന് പകരം ലോകം മുഴുവൻ എനിക്ക് ലഭിച്ച
വിളിച്ചാലും എനിക്കത് വേണ്ട, എൻ്റെ മനസ്സിനെ അത് സന്തോഷിപ്പിക്കുകയില്ല എന്ന് പിന്നെ ഓർക്കുമ്പോഴെല്ലാം വർഷങ്ങളോളം ആ നഷ്ടപ്പെട്ട സുബഹി നമസ്കാരം ഓർത്തുകൊണ്ട് മഹാനായ സഹാബി അനസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ, എത്രയോ സുബഹി നഷ്ടപ്പെട്ടിട്ട് ആ സുബഹിക്ക് വിരിപ്പിൽ കിടന്നുറങ്ങിയിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുത്ത്, ഒരു മനസ്സാക്ഷി കുത്ത്, ഒരു വിഷമം, ഒരു തൗബ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. പല രക്ഷിതാക്കളും ഉണരുന്ന രക്ഷിതാക്കളുണ്ട്, നമസ്കരിക്കുന്ന രക്ഷിതാക്കളുണ്ട്, വീട്ടിൽ പ്രായമേറിയ മക്കളുണ്ട്, അവരെ കിടത്തി ഉറക്കുകയാണ്. ഉറങ്ങിക്കൊള്ളട്ടെ, അവരുറങ്ങട്ടെ, എന്തിനവരെ വിളിക്കണം എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ കേൾക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഒരു ലൈറ്റ് പോലും ഇടാതെ അങ്ങനെ തങ്ങളുടെ പ്രായപൂർത്തിയായ മക്കൾ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ കേൾക്കേണ്ട ഒരു ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തന്റെ മുബത്തീൽ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വീണ കിടക്കുന്ന തൊട്ടടുത്ത ഫജ്ർ നമസ്കാരത്തിന്റെ സമയത്ത് മിസ്വർ ഇബ്നു മക്രമ എന്ന സഹാബി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് വിളിക്കുകയാണ്. ആരെ? കുത്തേറ്റ് അതിശക്തമായി മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ആ രക്തം വരുന്ന തന്റെ കുടല് പോലും മുറിഞ്ഞുപോയ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്താൻ വേണ്ടി മിസ്വർ ഇബ്നു മക്രമ എന്ന സഹാബി കടന്നു വരുന്നു. ആ അവസ്ഥ വളരെ പ്രയാസകരമാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു. അതിശക്തമായ മുറിവ്, കുടല് പോലും അദ്ദേഹത്തിന് മുറിഞ്ഞുപോയി. പക്ഷേ സുബഹി നമസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു തലവേദന വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, പനി വന്നാൽ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ കേൾക്കേണ്ട ചരിത്രമാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തട്ടി വിളിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചില്ല, എന്താ ഈ അവസ്ഥ കണ്ടിട്ട് എന്നെ വിളിക്കാൻ വന്നത്? എൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഈ ഒരു അവസ്ഥയിലാണോ എന്നെ നമസ്കരിക്കാൻ വിളിക്കുന്നത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല. മറിച്ച് ആ സഹാബിയോട് പറയുന്ന ഒരു മറുപടി വല്ലാത്തൊരു മറുപടിയാണ്. നഅം, അതെ, നീ ചെയ്തതാണ് ശരി. വലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാത്ത്, ഇസ്ലാമിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഒരു സ്ഥാനവുമില്ല, ഒരു പദവിയുമില്ല, അവൻ മുസ്ലിം അല്ല എന്ന് ആ സമയത്ത് വേദന കടിച്ചിറക്കുന്ന രംഗത്തും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ അവസ്ഥയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കരിച്ചു. ആ അവസ്ഥ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സുബഹി നമസ്കരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കെന്തൊഴിവ് കഴിവാണുള്ളത് എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കുക. അതുകൊണ്ട് സുബഹിയുടെ വിളിക്കുത്തരം നൽകാത്ത തന്റെ വിരിപ്പിലേക്ക്, ഉറക്കത്തിലേക്ക് പോകുന്നവരോടുള്ള ഗൗരവമേറിയ താക്കീത് നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് എത്ര സുബഹി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ള ഗൗരവമേറിയ ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് സുബഹി നമസ്കാരം എന്നുള്ളത് അതീവ ഗൗരവമാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇബാദത്തുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സുബഹി നമസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ നമസ്കാരം നിർവഹിക്കാതെ തൻ്റെ ഉറക്കത്തിലേക്ക് മുഴുകുന്നവരോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്ന ഗൗരവമേറിയ താക്കീത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്താനി അല്ലൈല ആതയാൻ, എൻ്റെ അടുക്കലേക്ക് ഇന്നലെ രാത്രി 2 പേര് കടന്നു വന്നു. അത്തൈന അലാ റജുലിൻ മുഗ്തജീൻ, അങ്ങനെ അവരുടെ കൂടെ ആ 2 മലക്കുകളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. അങ്ങനെ അവരുടെ അടുക്കലേക്ക് പോയപ്പോൾ ചെരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. തൊട്ടടുത്ത് വേറെ ഒരാൾ ഒരു വലിയ പാറക്കല്ലുമായി ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് നിൽക്കുകയും ആ നിലത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ തലയിലേക്ക് ആ പാറക്കല്ലിടുകയും ചെയ്യുന്നുണ്ട്. ആ മനുഷ്യൻ്റെ തല പൊട്ടിച്ചിതറി വല്ലാത്ത ഭീകരമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആ ചെരിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ആ പാറ ഉരുണ്ട് താഴേക്ക് പോകുമ്പോൾ ആ പാറയിട്ട ആ ശിക്ഷ നടപ്പിലാക്കിയ വ്യക്തി അഥവാ മലക്ക് ആ പാറയുടെ പിന്നാലെ പോകും.
അതെടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ തല പൊട്ടിച്ചെറിയ മനുഷ്യന്റെ തല വീണ്ടും പഴയ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെടുന്നൊരവസ്ഥ ഞാൻ കണ്ടു. ഇത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പ്രയാസപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് മാ ഹാദാ, എന്താ ഞാൻ ഈ കാണുന്നത്? എന്താണ് ഇങ്ങനെ ഇവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന മറുപടി, ഫഇന്നഹു റജുലു യഅഖുദു ബിൽ ഖുർആനി ഫയർഫുദുഹു. രണ്ട് കാര്യങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയാണ് പ്രവാചകനെ താങ്കൾ കാണുന്നത്. ഒന്ന്, പരിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച ആളുകളാണ്. ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറയുകയും പക്ഷെ ഖുർആനുമായി ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഖുർആനെ മാറ്റിവെച്ച ആളുകളാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ നമ്മൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. നമ്മുടെ പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും ഇശാ നമസ്കാര ശേഷം പുരുഷന്മാർക്കായി ഖുർആൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ കാരക്കാട് പട്ടാളം ജംഗ്ഷനിലും ഉള്ള പള്ളിയിലും പരിശുദ്ധ ഖുർആന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇത് സൂചിപ്പിച്ചത് ഖുർആൻ പഠിക്കാൻ ഒട്ടനവധി അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ഈ കഠിനമായ ശിക്ഷയ്ക്ക് നാളെ ഖബർ മുതൽ അവൻ വിധേയനാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത് പ്രവാചകൻ പറയുന്നു, വയനാമു അല സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ തല ഉയർത്താതെ കിടന്നുറങ്ങിയ മനുഷ്യനുള്ള ശിക്ഷയാണ്. കാരണം അവൻ്റെ തല ഉയർത്താൻ സാധിക്കുന്നില്ല. തല ഉയർത്തുമ്പോൾ തലയിലേക്ക് കല്ലുകൾ വന്ന് വീഴുകയാണ്. ഇവിടെ തലയുയർത്താത്തവൻ, സുബഹിക്ക് തലയുയർത്താത്തവൻ നാളെ ആഖിറത്തിലും ഖബറിലും അവന് തലയുയർത്താൻ കഴിയാത്ത ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടാകണം. അഥവാ നമ്മൾ നേരത്തെ ഉറങ്ങണം. അകാരണമായി ഉറക്കം പിന്തിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഒളു എടുത്തുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. രാത്രി ഉറങ്ങുമ്പോൾ ഒളു എടുത്തുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഉറങ്ങുമ്പോഴുള്ള മുഴുവൻ പ്രാർത്ഥനകളും ദിക്റുകളും ചൊല്ലിക്കൊണ്ട് തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ എളുപ്പമാകും. മൂന്നാമത്, ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കണം, ഒരൊറ്റ സുബഹി പോലും എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതേപോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അഞ്ചാമതായി ഉടൻ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പ്രാർത്ഥനകൾ ചൊല്ലണം. അതേപോലെ തന്നെ അലാറം അനുയോജ്യമായ സ്ഥലത്ത് വെക്കണം. ചില ആളുകൾ തൊട്ടടുത്ത് വെക്കും, അലാറം അടിക്കും, ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയല്ല, ഒരു 2 സ്റ്റെപ്പ് നടന്നുപോയി അത് എടുക്കാവുന്ന രൂപത്തിൽ, നമ്മുടെ സുബഹി നമസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു ഉചിതമായ സ്ഥാനത്ത് അത് വെക്കണം. അതേപോലെ തന്നെ എഴുന്നേറ്റ ഉടനെ പിന്നെയും കിടക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ലൈറ്റ് ഓണാക്കി നമ്മൾ ആ സുബഹി നമസ്കാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചില ആളുകൾ വളരെ നേരത്തെ അലാറം വെച്ച് അലാറം അടിക്കുമ്പോൾ ഇനിയും അരമണിക്കൂർ ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ആ നേരത്തെ അലാറം വെച്ചത് കാരണം തന്നെ സുബഹി നഷ്ടപ്പെടുന്ന, അത് ഓഫാക്കി പിന്നെയും കിടന്നുറങ്ങുന്ന, എഴുന്നേൽക്കാമല്ലോ എന്ന് വിചാരിക്കുകയും പക്ഷേ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ച് അമിതമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സുബഹി നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഏറ്റവും ഉചിതമായ കാര്യങ്ങളാണ് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഇത്രയൊക്കെ നമ്മൾ ഇതിൻ്റെ ഗൗരവം കേട്ടിട്ടുണ്ട്. അടുത്ത ഫജ്ർ മുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളി ഏതാണോ ആ ഫജ്ർ നമസ്കാരത്തിൽ നമ്മളില്ല എങ്കിൽ, നമുക്ക് ഉണരാൻ കഴിയുന്നില്ല എങ്കിൽ, ഫജ്ർ നമസ്കാരം നമുക്ക് ഭാരമാകുന്നുവെങ്കിൽ, ഇശാ നമസ്കാരം നമുക്ക് ഭാരമാകുന്നുവെങ്കിൽ, ഉറക്കം നമ്മളെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ, പിശാച് നമ്മളെ കീഴ്പ്പെടുത്തുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തിയത് ഈമാനല്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇത്രയൊക്കെ ഗൗരവം പരിശുദ്ധ ഖുർആനും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും നമ്മുടെ മനസ്സിൽ ഇതൊന്നും സ്വാധീനം ചെലുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനില്ല, ഈമാനിന്റെ നൂറില്ല. മറിച്ച് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്ന ഒരു മഹാരോഗം നമ്മുടെയൊക്കെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ രോഗത്തിന്റെ പേരാണ് നിഫാഖ് അഥവാ കാപട്യം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്കല സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിക്കുകൾക്ക്, കപടവിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുള്ള 2 നമസ്കാരമുണ്ട്. സലാത്തുൽ ഇശാ വ സലാത്തുൽ ഫജ്ർ. ഒന്ന് ഇശാ നമസ്കാരമാണ്,
2 ഫജ്ർ നമസ്കാരമാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ. അതിന്റെ 2 എങ്ങാനും കൂലി അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ, ഗൗരവം അറിഞ്ഞിരുന്നുവെങ്കിൽ, അവന് നടക്കാൻ കഴിയില്ലെങ്കിൽ മുട്ടിലെഴിഞ്ഞിട്ടെങ്കിലും അവൻ പള്ളിയിലെത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുബഹി നമസ്കരിക്കാതെ നരകം നേടുന്ന ഹതഭാഗ്യവാന്മാരിൽ, ദൗർഭാഗ്യവാന്മാരിൽ പ്രിയമുള്ളവരെ, ഞാനില്ല, നിങ്ങളില്ല, നമ്മളില്ല, നമ്മുടെ കുടുംബമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പള്ളികളിലെത്തുന്ന, ജമാഅത്തിൽ പങ്കെടുക്കുന്ന, സുബഹിക്ക് ബാക്കി എല്ലാ ആസ്വാദനങ്ങളെയും മാറ്റിവെച്ച് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പരമകാരുണികനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബാദത്തുകൾ അതിൻ്റെ കൃത്യമായ സമയത്ത് തെറ്റാതെ, മുറ തെറ്റാതെ കൃത്യമായി നിർവഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.